ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടീ പൊളി കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് കൊഞ്ചാണ്. അതിന് ഇന്നൊരു തേങ്ങ അരച്ച് നമ്മളെ നാടൻ മലബാർ സ്റ്റൈലിൽ, കണ്ണൂർ സ്റ്റൈലിൽ കറി വെക്കുവാണ്. അപ്പോൾ ഇതിനെ വൃത്തിയാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഇതിനെ വളരെ എളുപ്പമാണ് വൃത്തിയാക്കുക. ഇതിൻ്റെ തല പിഴുത് മാറ്റിയിട്ട് തോട് പൊളിച്ച് കളഞ്ഞ് ഇതിൻ്റെ നടുവിലേക്ക് കൂടി ഒരു വര വരഞ്ഞ് കഴിഞ്ഞതിൻ്റെ ഉള്ളിലൊരു ചെറിയ നാരുണ്ട്. അത് കഴിക്കരുത്, വയറിളക്കം പിടിക്കുന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ നാരങ്ങ എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വൃത്തിയാക്കൽ പ്രക്രിയ കഴിഞ്ഞ് വേറെ ഒന്നും ഇതിൽ കഴിയാനില്ല, വേസ്റ്റൊന്നുമില്ല. അപ്പോൾ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പിട്ട്, മഞ്ഞൾ, ഉപ്പ്, മുളക്, വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞളും ഉപ്പും മുളകും ഇട്ടൊന്ന് തിരുമ്മി ഒരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വേറെ എക്സ്ട്രാ കുരുമുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. വളരെ ലളിതമായിട്ടാണ് എൻ്റെ പാചകം. ഒരു അരമുറി തേങ്ങ എടുക്കുന്ന, 1 കിലോ കൊഞ്ചുണ്ട്. 1 കിലോ കൊഞ്ച് മൊത്തം ഞാൻ എടുത്തിട്ടില്ല. അരമുറി തേങ്ങ ചിരകി ആ തേങ്ങ നമുക്ക് എടുത്തിട്ടൊന്ന് കുറച്ച് പുളി എടുത്ത്, പുളിവെള്ളം നല്ല നാടൻ പുളി കുറച്ച് കലക്കി വെച്ചിട്ട് ആ പുളി പിഴിഞ്ഞ് വെക്കുക. എന്നിട്ട് ആ പുളിവെള്ളം നേരെ തേങ്ങയിലോട്ടങ്ങ് ഒഴിക്കുക. തേങ്ങയിലേക്ക് ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. വേറെ ഇതിൽ അപ്പമൊന്നും ചേർക്കണ്ട. മിക്സിയിലിടക്ക് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഞാൻ അരച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ജീരകം, പിന്നെ 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര മാത്രം ഇടുക. വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അരച്ചരപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അതിനെ ഒന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് അതൊരു നല്ലൊരു നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി അതിൽ ആവശ്യത്തിന് നമുക്ക് എത്ര വെള്ളം വേണ്ടത്, തേങ്ങയുടെ കൊഴുപ്പ് പോലെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഒരു തക്കാളി, ഒറ്റ തക്കാളി മതി, ആ തക്കാളി ഇടുക. തക്കാളിയും പിന്നെ ഇച്ചിരി ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ ഈ കൊഞ്ച് കൂട്ടണ എടുത്തിട്ട് അതിനകത്തോട്ട് തട്ടുക. കൊഞ്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു ലോ സിമ്മിലാക്കിയിട്ട് അവിടെ പൊത്തി വെച്ചേക്കുക. വേറെ ഒരു പച്ചമുളകും കറിയിലിട്ട് ഇട്ടിട്ട് പൊത്തി വെച്ചേക്കുക. പൊത്തി വെച്ച് തിളച്ച് കഴിഞ്ഞ് ഒരു മാക്സിമം 15 to 20 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല കുത്തരി ചോറിൻ്റെ കൂടെ കൊഞ്ചും. ഇന്നത്തെ ഇത് കൊഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയത്, ബാക്കിയെല്ലാം വൈഫ് ഉണ്ടാക്കിയതാണ്. കൊഞ്ചും ഒരു മത്തി ഫ്രൈയും ബീൻസ് ഉപ്പേരിയും, ഒരു പയറുപ്പേരി, ബീൻസല്ല കേട്ടോ, പയറുപ്പേരിയും കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു പിടി പിടിക്കുക. സൂപ്പറാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.